മഴ പെയ്ത് ആഘോഷങ്ങൾക്കല്പം മങ്ങലേൽപ്പിച്ചെങ്കിലും ഉത്രാടരാവിൽ മാനം തെളിഞ്ഞതോടെ പത്തനംതിട്ട നഗരത്തിൽ ഉത്രാടത്തിന്റെ തിരക്ക് തുടങ്ങി. കഴിഞ്ഞ 2 ദിവസമായി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ മഴ ശക്തമായി ലഭിച്ചുവെങ്കിലും ഉത്രാട ദിനത്തിൽ മാനം തെളിഞ്ഞതോടെ തിരുവോണത്തെ വരവേൽക്കാനും ഒപ്പം വിഭവങ്ങൾ ഒരുക്കാനും നഗരത്തിൽ തിരക്ക് തുടങ്ങി. മഴയും അതിതീവ്ര വെള്ളപ്പൊക്കവും ഒക്കെ പത്തനംതിട്ട ജില്ലയിൽ ഓണാഘോഷങ്ങൾക്ക് അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നാളെ ഓണം ആഘോഷിക്കുന്നതിന്റെ വേളയിൽ ഉത്രാടത്തിന്റെ തിരക്കിലാണ് പത്തനംതിട്ട നഗരം. നമ്മളിപ്പോൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ഏറ്റവും തിരക്കേറിയ ചന്തയിലാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണത്തിന്റെ വ്യാപാരമൊക്കെ? ഓണത്തിന് കച്ചവടം ചെയ്യാൻ തുടങ്ങി വരെയുള്ളൂ. ആൾക്കാരെ ഇറങ്ങിയുള്ളൂ. സാധനങ്ങളൊക്കെ ആവശ്യത്തിനെല്ലാം എത്തിയിട്ടുണ്ടോ? സാധനം എല്ലാ ഐറ്റവും ഉണ്ട്, പച്ചക്കറി എല്ലാ ഐറ്റവും ഉണ്ട്. 2 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഒക്കെ മഴയായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ചിരി മോശമായ കച്ചവടം. ഇന്ന് പൊളിഞ്ഞ് ആൾക്കാർ വരുന്നുണ്ട്. മഴ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് സാധനത്തിന് ഇച്ചിരി വില കൂടുതലാക്കും. കളിച്ച കൊള്ളത്തിലെ വില കുറവുണ്ട് പച്ചക്കറിയൊക്കെ. ഈ കൊള്ളത്തിലെ വില കൂടുതലാക്കും പച്ചക്കറിയൊക്കെ. ഇതിനൊക്കെ ആവശ്യക്കാർ ഏറ്റവും കൂടുതൽ വരുന്നത് നേന്ത്രക്കായ എല്ലാം ഉണ്ട്. എല്ലാ കച്ചക്കറിയും എല്ലാ ഐറ്റം ഉണ്ട്. എല്ലാം ഉണ്ട്. എവിടുന്നാ വരുന്നത്? ഓണത്തിന്റെ എന്തൊക്കെ ആഘോഷങ്ങളൊക്കെ? നല്ല ആഘോഷം. മഴയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നല്ല ഓണാകും. ഓണത്തിന്റെ എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? സാധനമൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 ദിവസമായിട്ടൊക്കെ മഴയായിരുന്നല്ലോ. അത് കഴിഞ്ഞെല്ലാം എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓണത്തിന്റെ ആഘോഷങ്ങളൊക്കെ 2 ദിവസത്തെ മഴ പെയ്തെങ്കിലും ഈ വളരെയധികം തിരക്കിലാണ് നാടുനഗരം. ചേട്ടാ, എവിടുന്നാ വരുന്നത്? എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ? അടിപൊളിയാണ്. മഴയൊക്കെ ഉണ്ടെങ്കിലും അടിപൊളിയാണ്. മഴയൊക്കെ അങ്ങനെ മഴയുണ്ടെങ്കിലും ഓണാഘോഷം അടിപൊളിയും തന്നെയാണ് ആൾക്കാർ പറയുന്നത്. നമുക്ക് മറ്റ് വ്യാപാരികളോട് ഒക്കെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണത്തിന്റെ ആഘോഷമൊക്കെ? അടിപൊളിയും തന്നെയാണ് ഒരു വ്യാപാരി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എല്ലാം വിലക്കുറവിലാണെന്നുള്ളതാണ് വ്യാപാരികളെല്ലാം പറയുന്നത്. ഇവിടെ സാധനം 2 ദിവസമായിട്ട് നമുക്ക് ഇവിടെ മഴയായിരുന്നല്ലോ. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ വന്ന് മീൻകാരുടെ പിച്ചാത്തിയൊക്കെ കാച്ചി അടിച്ചുകൊണ്ട് കൊടുത്തു. പൈസ കിട്ടി, സാധനങ്ങൾ മേടിച്ചു, പച്ചക്കറി എല്ലാം മേടിച്ചു അവിടെ കൊണ്ടുവച്ചു. അപ്പൊ ഓണത്തിനുള്ള എല്ലാവർക്കും നമ്മുടെ വെള്ളപ്പൊക്കം എല്ലാം കുഴപ്പമില്ല. ഓണത്തിന് എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ? വ്യാപാരമൊക്കെ എങ്ങനെ നടക്കുന്നു? അങ്ങനെ ഓണാഘോഷം സമൃദ്ധമായി തന്നെയാണ്. മറ്റു ജില്ലകൾക്കൊപ്പം തന്നെ പ്രളയവും മഴക്കെടുതിയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഓണത്തെ വരവേൽപ്പാൻ അതിന്റെ ഉത്രാടപ്പാച്ചിലാണ് പത്തനംതിട്ട നാടും നഗരവും. ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില അല്ലേ? അതെ. 22 വർഷത്തെ പാരമ്പര്യമുള്ള 50-ലേറെ ബ്രാഞ്ചുകളുള്ള നിങ്ങളുടെ സ്വന്തം അച്ചായൻസ് ഗോൾഡ്.